ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഫോട്ടോയാണ് ആംഗ്രി ബേഡ്സിൻ്റെ. അപ്പോൾ ഈ ആംഗ്രി ബേഡ്സിൻ്റെ ഫോട്ടോ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാന്നുള്ളതിൻ്റെ ബിഹൈൻഡ് ദ സീൻ വീഡിയോ ആണ് നിങ്ങൾ ഇന്ന് വീഡിയോയിൽ കാണാൻ പോകുന്നത്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ക്യാപ്ചർ കിഡ്. സോ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ആംഗ്രി ബേഡിൻ്റെ ഫോട്ടോ വെച്ച് എങ്ങനെ ക്രിയേറ്റീവായിട്ടുള്ള ഫോട്ടോ ക്രിയേറ്റ് ചെയ്യാമെന്നാണ്. അപ്പോൾ ഈ ഫോട്ടോ എടുക്കാൻ വേണ്ടി നമുക്ക് ആദ്യം വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാമറ, മൊബൈൽ ഫോണാണ്. ഞാനിപ്പോൾ മൊബൈലിലാണ് ഈ ഫോട്ടോ എടുക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ ക്യാമറ ആണെങ്കിൽ ക്യാമറ വെച്ചെടുക്കാം, മൊബൈലാണെങ്കിൽ മൊബൈൽ വെച്ചെടുക്കാം. ഓക്കെ. രണ്ടാമതായിട്ട് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്ന ഒരു ക്രിയേറ്റീവായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട്, കാരണം ആംഗ്രി ബേഡ്സിനൊക്കെ അല്ലേ വെക്കുന്നത്, അപ്പോൾ കുറച്ച് ക്രിയേറ്റീവ് ആണല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ കാർട്ടൂൺ ക്യാരക്ടർ വെച്ചിട്ടൊക്കെ ഇത് അടിപൊളിയാക്കാം. അപ്പോൾ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി പോലെയാണ്. സോ ഞാനിപ്പോൾ ഒരു ക്രിയേറ്റീവായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്തു. അപ്പോൾ ഇതാണ് ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ അത് കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ ഫോട്ടോ എടുക്കാനുള്ള ടൂൾസും കാര്യങ്ങളൊക്കെ റെഡിയായി. ഇനി നമുക്ക് നേരെ ഫോട്ടോ എടുക്കാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഇതേ കൂട്ട് ഫോട്ടോസൊക്കെ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ.ഡിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എടുക്കുന്ന ഫോട്ടോസൊക്കെ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതേപോലെ നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കാണുന്ന ബെൽ ഐക്കൺ കൂടെ എനേബിൾ ചെയ്യുക. സോ വിത്തൗട്ട് വേസ്റ്റിംഗ് എനി ടൈം, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആംഗ്രി ബേഡ്സിനാണ്. അപ്പോൾ നമുക്ക് ആംഗ്രി ബേഡ്സും കാര്യങ്ങളൊക്കെ കിട്ടി. അപ്പോൾ ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാവുന്നുള്ളൂ. അപ്പോൾ കുറച്ച് വെറൈറ്റി ആംഗ്രി ബേഡ്സിൻ്റെയൊക്കെ ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ ഞാൻ ഈ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഞാൻ സെലക്ട് ചെയ്ത് വെച്ചാൽ ബാക്ക്ഗ്രൗണ്ടിൽ ചെന്നു. അതിനുശേഷം മൊബൈൽ എടുത്തിട്ട് കറക്റ്റ് ക്യാമറ ഓപ്പൺ ചെയ്തു. അതിനുശേഷം നമ്മൾ വെച്ച പൊസിഷൻ കറക്റ്റാക്കി വെച്ചു, അതായത് ആംഗിളും കാര്യങ്ങളൊക്കെ കറക്റ്റാക്കിയിട്ട് നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഒരു ഫോട്ടോ എടുത്തു. അപ്പോൾ നിങ്ങൾ ഈ ഫോട്ടോ എടുക്കാൻ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബ്ലർ ചെയ്ത് DSLR എടുക്കുന്ന പോലെ ആക്കാനാണ്. അപ്പോൾ കറക്റ്റ് വെച്ചിട്ട് ആംഗിളിൽ വെച്ചിട്ട് ഫോക്കസിങ് കറക്റ്റ് നിലത്ത് ഫോക്കസ് ചെയ്ത് വേണം ഫോട്ടോ എടുക്കാൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളെടുത്ത ഫോട്ടോ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇതാണ്. അപ്പോൾ നമുക്ക് നേരെ ഇതൊന്ന് എഡിറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് നേരെ ഇനിയിപ്പം സ്നാപ്സീഡിലോട്ട് പോകാം. അങ്ങനെ നമ്മുടെ ഫോട്ടോ ഇവിടെ സ്നാപ്സീഡിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ആദ്യം തന്നെ ഇതൊന്ന് ക്രോപ്പ് ചെയ്തെടുക്കണം. അതിനായിട്ട് ടൂൾസ് എടുത്തിട്ട് ക്രോപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഫ്രീ ക്രോപ്പ് സെലക്ട് ചെയ്തിട്ട് നമുക്ക് വേണ്ടത്രയും ക്രോപ്പ് ചെയ്യുക. അപ്പം ഞാനിപ്പം ക്രോപ്പ് ചെയ്തു. ഓക്കെ, അതിൻ്റെ ടിക്ക് കൊടുത്തു. അപ്പോൾ നമ്മുടെ ഫോട്ടോ ഇവിടെ ക്രോപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കിതൊന്ന് ബ്ലർ ചെയ്തെടുക്കണം. അതിനായിട്ട് നമ്മൾ നേരെ ടൂൾസ് എടുത്തു. അതിനുശേഷം താഴേക്ക് വന്നിട്ട് ലെൻസ് ബ്ലർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതെടുത്തിട്ട് നമ്മൾ കറക്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ കറക്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് കാണാം. ഓക്കെ, ഇപ്പോൾ ഏകദേശം അഡ്ജസ്റ്റ് ചെയ്തു. അതിനുശേഷം കറക്റ്റ് കൊണ്ടുപോയി വെക്കുക. അപ്പോൾ ഇവിടെ മാത്രമേ ചെറിയൊരു ടാസ്ക് ഉള്ളൂ. കറക്റ്റ് കൊണ്ടുപോയി വെച്ചു. ഓക്കെ, ഇനി നമ്മുടെ ബ്ലർ സ്ട്രെങ്ത് കുറച്ചൊന്ന് കൂട്ടി കൊടുക്കുക. അതിനുശേഷം ട്രാൻസിഷൻ കൂട്ടി. ഇപ്പം നമ്മുടെ ഫോട്ടോയുടെ ബ്ലർ ചെയ്തിട്ടുണ്ട്, വേണമെങ്കിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. അങ്ങനെ നമ്മുടെ ഫോട്ടോയുടെ ബ്ലർ ആയിട്ടുണ്ട്. ഇനി നേരെ ടൂൾസ് എടുക്കുക. അതിനുശേഷം കർവ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അതെടുത്തിട്ട് താഴെ 3 ഓപ്ഷൻ ഉണ്ട്. അതിൽ ഇങ്ങേറ്റത്ത് എടുത്തിട്ട് ഫെയ്ഡഡോ ഡാർക്കണോ ഏത് വേണം എടുക്കാം. ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഫെയ്ഡഡ് ഡാർക്കണോ എടുത്ത് ടിക്ക്. അങ്ങനെ നമ്മുടെ ഫോട്ടോ ബ്ലർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പിക്സാർട്ട് ഇട്ട് ആംഗ്രി ബേഡ്സിനെ കയറ്റി കറക്റ്റാക്കി സെറ്റാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് നേരെ ഇനിയിപ്പോൾ പിക്സാർട്ട്. അങ്ങനെ നമ്മുടെ ഫോട്ടോയുടെ പിക്സാർട്ടിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ മെയിൻ പരിപാടിയായ ആംഗ്രി ബേഡ്സിനെ ഇതിലേക്ക് ആഡ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ താഴേക്ക് സ്ക്രോൾ ചെയ്യാൻ നേരം ആഡ് ഫോട്ടോ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അതെടുക്കുക, എന്നിട്ട് ഫോട്ടോയിലേക്ക് ആഡ് ചെയ്യും. അപ്പം നമ്മുടെ ഫോട്ടോ ഇതേ ഇവിടെ ആഡായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നുള്ളൂ. ഞാനിതിപ്പോൾ കറക്റ്റ് കൊണ്ടുപോയി വെക്കുക. ഓക്കെ, ഇപ്പോൾ ഏകദേശം കറക്റ്റ് ആയെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ കറക്റ്റ് വെക്കുന്നു. ഓക്കെ, ഇപ്പോൾ പക്കായി. അതിനുശേഷം ഇറേസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ എടുത്തിട്ട് ചെറുതായിട്ട് കാലിൻ്റെ ഇവിടേക്ക് ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക. ചെറിയ രീതിക്ക് ഒറിജിനാലിറ്റിക്ക് വേണ്ടിയിട്ടാണ്. ചെറിയ രീതിയിൽ റബ്ബ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ റബ്ബ് ചെയ്തു. ഓക്കെ, അതായത് ചെറിയൊരു ഒറിജിനാലിറ്റി തോന്നിക്കാം. അപ്പോൾ നമ്മുടെ ഫോട്ടോൻ്റെ പകുതി പരിപാടി കഴിഞ്ഞു. ഇനി നമുക്ക് നേരെ ആ ഗെയിമിൽ കാണുന്നതിൻ്റെ സംഭവങ്ങളൊക്കെ ഫിറ്റ് ചെയ്യാം. അതിനായിട്ട് വീണ്ടും ഞാൻ ആഡ് ഫോട്ടോ ആക്കിയിട്ട് ചെയ്യാം ഇത്. അപ്പോൾ നമ്മുടെ അടുത്ത ഫോട്ടോ ഇവിടെ ആഡ് ചെയ്തു. അപ്പോൾ ഇത് നമ്മൾ ഏതെങ്കിലും സൈഡിൽ കൊണ്ടുപോയിട്ട് കറക്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഞാനിപ്പോൾ വെച്ചു. അതിന് ശേഷം എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ ഇറേസ് ആക്കിയിട്ട് ചെറുതായിട്ട് ഒറിജിനാലിറ്റിക്ക് വേണ്ടിയിട്ട് സൈഡൊന്ന് ഒറിജിനാലിറ്റി ആക്കി കൊടുക്കുക. ഓക്കെ, ടിക്ക് കൊടുക്കുക. ഇനി അടുത്തതാണ് നമ്മുടെ മെയിൻ മുട്ട.
നമ്മുടെ ഒന്നാമത്തെ ഫോട്ടോൻ്റെ പരിപാടി ആയിരുന്നു. ഇനി നമുക്ക് നേരെ രണ്ടാമത്തെ ഫോട്ടോ എടുക്കാം. അപ്പോൾ രണ്ടാമത്തെ ഫോട്ടോ ഞാൻ ക്യാമറയിലാണ് എടുക്കുന്നത്. അപ്പോൾ കുറേ പേര് കമൻറ്റ് ചെയ്തായിരുന്നു ക്യാമറയിൽ കുറച്ച് ഫോട്ടോയും എടുക്കണമെന്ന്. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു ഫോട്ടോ ക്യാമറയിലാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഇപ്പോൾ അതിൻ്റെ അറേഞ്ച്മെൻറ്റ് കാണാം. അങ്ങനെ ഞാൻ ഈ ഫോട്ടോ എടുക്കാൻ വേണ്ടി കറക്റ്റ് ആ പ്ലേസിൽ തന്നെ നിന്നു. അപ്പോൾ ഞാനിപ്പോൾ ഉദ്ദേശിച്ചത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആംഗ്രി ബേർഡ്സിൻ്റെ ഫാമിലി മെമ്പേഴ്സില്ല എല്ലാവരും, അപ്പോൾ എല്ലാവരെയും വെച്ചിട്ട് ഒരു ഫുൾ സൈസ് കവർ ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ ഒരു മരത്തിൻ്റെ സൈഡിൽ കൊണ്ടുപോയി വെച്ചിട്ട് ഫോട്ടോ എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഞാൻ നേരെ ക്യാമറ എടുത്തു. ക്യാമറ എടുത്തിട്ട് കറക്റ്റ് ഓണാക്കി അതിന് ശേഷം കറക്റ്റ് കൊണ്ടുപോയി വെച്ചു. എന്നിട്ട് ഫോക്കസ് ചെയ്തിട്ട് ഫോട്ടോ എടുത്തു. അപ്പോൾ നമ്മൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പോൾ നമ്മളെടുത്ത ഫോട്ടോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കണ്ടില്ലേ. അപ്പോൾ കറക്റ്റായിട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഇതൊന്ന് എഡിറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ എഡിറ്റിങ്ങിനായിട്ട് നമ്മൾ പിക്സാർട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഇനിയിപ്പോൾ പിക്സാർട്ടിലോട്ട് പോവാം. അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ ഫോട്ടോ പിക്സാർട്ടിലോട്ട് ആഡ് ചെയ്തു. അപ്പോൾ ഇത് സിമ്പിളാണ്, കാരണം ബ്ലർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് ആഡ് ഫോട്ടോ എടുത്ത് ആ ഫോട്ടോ ഒന്ന് ആഡ് ചെയ്യാം. അതായത് ഫാമിലി മെമ്പേഴ്സ് ഫുള്ളി. അപ്പോൾ നമ്മുടെ ആംഗ്രി ബേർഡ്സിൻ്റെ ഫുൾ ഫാമിലി മെമ്പേഴ്സിനെ നമ്മളിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അടിപൊളിയല്ലേ? അപ്പോൾ ഇനി ഇത് കറക്റ്റ് കൊണ്ട് വെക്കാം. അപ്പം ഞാനിപ്പം ഒറിജിനാലിറ്റിക്ക് വേണ്ടിയിട്ട് കറക്റ്റ് വെച്ചു. അപ്പോൾ ഇത് ഭയങ്കര സിമ്പിളാണ്, ആർക്കും സിമ്പിളായിട്ട് ചെയ്യാവുന്നുള്ളൂ കേട്ടോ. ഇപ്പോൾ ടിക്ക് കൊടുക്കുക. ഇത് വേണമെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഗ്രൗണ്ടിൽ നിലത്ത് വെച്ചായാലും ചെയ്യാവുന്നുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഐഡിയ ഞാൻ പറഞ്ഞില്ലേ, ക്രിയേറ്റിവിറ്റി പോലെയാണ്. അപ്പോൾ നമ്മുടെ എല്ലാ ഫോട്ടോയിനെയും പരിപാടി കഴിഞ്ഞു, ഈസി ആയിട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ലാസ്റ്റായിട്ടൊന്ന് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ക്യാമറേൻ്റെ ഫ്രണ്ട് ഇങ്ങനെ കൈ വെച്ചിട്ട് ഒരു ഫോട്ടോ എടുക്കാൻ പോവുകയാണ്. അത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനാണ്. ഇപ്പം ജസ്റ്റ് കൈ ഇങ്ങനെ വെച്ചിട്ട് ഫോട്ടോ എടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ മൊബൈലുമായി കണക്ട് ചെയ്തിട്ട് ഒരു ഫോട്ടോ എടുക്കുകയാണ്. അപ്പോൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞു. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിനകത്തേക്ക് നമ്മൾ ആംഗ്രി ബേർഡ്സ് ചാടിപ്പോകുന്ന സംഭവമില്ലേ, അതായത് തെറിച്ച് പോകണേ, അതുകൊണ്ട് ഇതിനകത്ത് വെക്കാനാണ് പ്ലാൻ. അപ്പോൾ എങ്ങനെ ഇരിക്കുമെന്ന് അറിയില്ല. എന്തായാലും നമുക്ക് ഇതിൻ്റെ എഡിറ്റിംഗ് കഴിഞ്ഞിട്ടുള്ള ഫോട്ടോയും കൂടെ കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കിട്ടിയെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതേക്കൂട്ട് ഫോട്ടോസൊക്കെ എടുത്തിട്ട് തന്നെ ഇൻസ്റ്റാഗ്രാമിൽ മെൻഷൻ ചെയ്യുകയോ ടാഗ് ചെയ്യുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക. എനിക്കും കൂടെ കാണാമല്ലോ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒന്നുമില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അതേപോലെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ കാണുന്ന ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. ഇനി നമ്മളെടുത്ത ഫോട്ടോസ് ഏതൊക്കെയാണെന്ന് അറിയണ്ടേ? ഇതൊക്കെയാണ്. അപ്പോൾ ഈ ഫോട്ടോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫോട്ടോയും കൂടെ കമൻറ്റ് ചെയ്യണേ. സോ ഇതിന് നല്ല അടിപൊളി വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോ കാണാം. അതുവരേക്കും ബൈ ബൈ.